പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് തിരുവചനം ധ്യാനിപ്പാൻ പിന്നെയും കർത്താവ് കൃപ നൽകുന്നല്ലോ. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ 12-ാമത്തെ വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗം ഒരാൾ ആത്മാർത്ഥയോടെ വായിച്ചാട്ടെ. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു തിരുവചനം ഒത്തിരി കാര്യങ്ങൾ, ഞാൻ പറയാം, ആഴ്ചകൾ നിന്ന് ചിന്തിച്ചാൽ തീരാത്ത ഈ 12-ാമത്തെ വാക്യത്തിൽ ആഴ്ചകൾ നിന്ന് ചിന്തിച്ചാൽ തീരാത്ത കാര്യങ്ങൾ. അത്രമാത്രം ഗഹനമാണ് ഈ വിഷയം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുക, സ്നാനത്താൽ നിങ്ങൾ, ഹല്ലേലൂയ, ആമേൻ, പറയുകയാണ്, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അപ്പോൾ സ്നാനത്താൽ, ഹല്ലേലൂയ, അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കണം. സ്നാനപ്പെട്ടില്ല എങ്കിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെടുകയില്ല എന്നാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ ഈ കാര്യം പറയുമ്പോൾ, എന്താണ് സ്നാനം? ആർക്ക് വേണ്ടിയാണ് സ്നാനം? ഇതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനുണ്ട്. ഞാന് വൃക്ഷവും ഫലങ്ങളും എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതി. അതിൻ്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഉള്ളത്തിൽ തന്ന ചിന്ത, സ്നാനത്തെ പറ്റി അതിൻ്റെ അകത്ത് എങ്ങനെയാണ് കയറി വന്നതെന്ന് എനിക്കറിയത്തില്ല. കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, അത് കർത്താവിന്റെ നിർണയമായിരുന്നു ആ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതുക എന്നുള്ളത്. ഞാൻ വിശ്വസിക്കുകയാണ്, ദൈവാത്മാവ് തക്ക സമയത്ത് തന്റെ ആവശ്യക്കാർക്ക് വേണ്ടി, നിലവിളിക്കുന്നവർക്ക് വേണ്ടി സമയാസമയങ്ങളിൽ ഇടപെടും. ഇന്നും ഇതിൻ്റെ അകത്തും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയാതെ വണ്ണം, ആമീൻ, കർത്താവിനെ സാക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം ആയിരിക്കുന്നവരുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ദൈവാത്മാവ് ഒരു പക്ഷെങ്കിൽ ഈ ഭാഗം അവരോടുകൂടി ആയിരിക്കാം സംസാരിക്കുന്നത്. മാത്രമല്ല, ആമേൻ, ഒരു പേരിന് സ്നാനപ്പെട്ടിട്ട് അവരുടെ ജീവിതത്തിൽ വ്യത്യാസമില്ലാതിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടും പ്രയോജനമില്ല എന്ന് ദൈവാത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഞാൻ ഇതിനെപ്പറ്റി അല്പമാത്രമായിട്ട് ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പം ജലസ്നാനം എന്നാൽ എന്ത്? ജലസ്നാനം എന്നാൽ എന്ത് എന്നുള്ളത് നമ്മളെ ചിന്തിച്ചാൽ പലപ്പോഴും ഈ സ്നാനം എന്ന ഒരു വാക്ക് നമ്മൾ എടുക്കുമ്പോൾ, സ്നാനം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ബാപ്തിസ്മ എന്നാണ്. മൂല പദത്തിൽ ബാപ്തിസ്മ എന്നാണ് സ്നാനത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോ ബാപ്തിസ്മ എന്ന വാക്ക് നമ്മളെ കാണിക്കുന്നത് ഒരു നിമജ്ജനം, മറയൽ, ഉത്ഥാനം എന്നൊക്കെ വാക്കില അർത്ഥമാക്കുന്നത്. നമ്മൾ ഹിന്ദിയിലും മലയാളത്തിലും എല്ലാം ബാപ്റ്റിസം എടുക്കുന്നെന്നാണ് പറയാറുള്ളത്, അല്ലെ? സ്നാനപ്പെടുക. അപ്പം അത് ദൈവനാമ മഹത്വത്തിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാകിയാൽ ഈ വാക്ക്, ആമേൻ, ഈ 3 ആശയങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ ആ വാക്ക് അങ്ങനെ തന്നെയാ ഇന്നും ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ എന്ത് പറയാ? ബാപ്തിസ്മ എന്ന് പറയും. ഹിന്ദിയിൽ നമ്മൾ ബാപ്തിസ്മ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ ബാപ്റ്റിസം അഥവാ ജലസ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. അത് നേരാണോ എന്ന് അറിയണ്ടേ? ഈ വചനം അനേകർ കേൾക്കും. ഇത് സത്യമാണോ എന്നറിയണം. അതിനുവേണ്ടിയാണ് ഞാൻ വാക്യസമേതം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണ്, അല്ലെ? പറഞ്ഞ എന്താണ്? പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. ഇവിടെ ജലസ്നാനം കർത്താവിന്റെ ഒരു കൽപ്പനയാണ്. ആ വിശ്വാസത്തിൽ ഒരു വ്യക്തി കടന്നു വന്നിട്ട് വിശ്വസിച്ചവർ, ക്രിസ്തുവിനെ വിശ്വസിച്ചവർ പരസ്യ സാക്ഷ്യത്തിനായിട്ടാണ് സ്നാനം എടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളെ മുഖ്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുക. ഒന്നാമതായിട്ട് കാണുന്നത് ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെടുക. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇപ്പൊ റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 4-5 വേദഭാഗം ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് എന്തിനാണ് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്നത്? ഇത് കർത്താവിന്റെ ഒരു കൽപ്പനയാണെന്ന് പറഞ്ഞല്ലോ. രണ്ടാമതായിട്ട് പറയാണ് ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെടണം, ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ഇനിയും പാപത്തിന് അടിമകളാകാതിരിക്കുവാൻ പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പഴയ സ്വഭാവത്തിനുടമകളായിട്ട് നാം നടക്കുന്നത്. ഇന്ന് സ്നാനപ്പെട്ട പലരും വെള്ളത്തിൽ മുങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദൈവമക്കളെ, വെള്ളത്തിൽ മുങ്ങിയിട്ട് കാര്യമില്ല, മുങ്ങി പൊങ്ങിയിട്ട് കാര്യമില്ല. അത് സിമ്പലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നമ്മുടെ പഴയ മനുഷ്യനെ നാം ഉരിഞ്ഞു കളയേണ്ടതിനാണ് സ്നാനപ്പെടുന്നത്. വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുക, മുങ്ങുക. ഈ വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായി പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടു കൂടി ഏകീഭവിക്കും. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത് പാപ ശരീരത്തിലാണ്, ഈ നാശകരമായ ലോകത്താണ്. ദിനംപ്രതി പാപം ചെയ്ത് നമ്മുടെ ജീവിതം ആ ലോകത്തിന്റെ മുൻപിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നാം എന്ത് ചെയ്യണം? പാപത്തിന് ഇനി അടിമകളാകാതിരിക്കുവാൻ, പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടണം. ഞാനിവിടെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ആമേൻ, ക്രൂശിക്കപ്പെടുക നമുക്കാർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലല്ലേ? ക്രൂശി ചുമക്കുക, കഷ്ടമേൽക്കുക, നിന്നേൽക്കുക. ആമേൻ. കർത്താവ് ക്രൂശി ചുമന്ന് എത്രയോ കഷ്ടങ്ങൾക്ക്, ആമേൻ, എത്രയോ നമ്മുടേതായ നാം അനുഭവിക്കേണ്ടതായ പ്രയാസങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. എന്നാൽ അവയൊക്കെയും നാം സഹിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ കർത്താവ് അത് സഹിച്ചുവെങ്കിൽ, യേശു ക്രിസ്തു അത് സഹിച്ചുവെങ്കിൽ, അവന്റെ ആമേൻ ആ കഷ്ട അനുഭവങ്ങളുടെ കൂട്ടായ്മ എന്നാണ് ആമേൻ ഇതിവിടെ വെളിവാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അവന്റെ മരണത്തോട് സാദൃശ്യപ്പെടേണ്ടതിന്, ഹല്ലേലൂയ, നാം സ്നാനപ്പെടുമ്പോൾ, സ്നാനപ്പെടുന്ന വ്യക്തി വെള്ളത്തിൽ ഇറങ്ങി മുങ്ങുന്നത് എന്തിനെ കാണിക്കുന്നു? തന്റെ ആ ഒരു മരിച്ച വ്യക്തിയെ ഒരു കല്ലറയിൽ കൊണ്ടടക്കും പോലെ ജലമാകുന്ന കല്ലറയിൽ നാം ഇറങ്ങുകയാണ്. വെള്ളത്തിൽ മുങ്ങുന്ന സിമ്പൽ ഒരു മരിച്ച വ്യക്തിയെ കുഴിച്ചിടുന്നതിന് തുല്യമാണ്. ഞാൻ ചോദിച്ചോട്ടെ, മരിച്ച വ്യക്തിയെ കുഴിച്ചിടാതെ എത്ര ദിവസങ്ങൾ വീട്ടിൽ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും? ഫ്രീസ് ചെയ്ത് പണ്ടൊക്കെ ഭറവോ രാജാക്കന്മാരെയൊക്കെ മമ്മികളായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നു, അല്ലേ? ഇപ്പോ അത് ഒത്തിരി സുഗന്ധദ്രവ്യങ്ങളും ഒത്തിരി മുതലും മുടക്കിയൊക്കെയാണ്. എങ്കിലും അവർക്ക് ജീവനില്ല. നമ്മളെ മരിച്ചവരായി നമ്മളെ ശവം അടക്കാനായിട്ട് വരുമ്പം 2-3 ദിവസമൊക്കെ മോർച്ചറിയിൽ കൂടി വന്നാൽ വെക്കും. വീട്ടിൽ കൊണ്ടുവച്ചു സമയങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അതിനെ
ശവസംസ്കാര ശുശ്രൂഷ ചെയ്യും, അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ദൈവമക്കളെ, ഈ ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായ നമ്മുടെ ശവസംസ്കാരത്തിൽ നമ്മൾ കരയും, വിലപിക്കും, ഭാരപ്പെടും, അയ്യോ കൊണ്ടുപോകരുതേ എന്ന് പറയും. പക്ഷെങ്കിൽ നമ്മളുടെ കരച്ചിൽ കണ്ടിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ മരണത്തിന് വിധേയപ്പെട്ട ഏതൊരു വ്യക്തിയോ ഈ ഡെഡ് ബോഡിയെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പറയും, അത് നാറ്റം വെക്കാൻ തുടങ്ങും. നമ്മൾ പറയും, കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞ ആളുകളെ വിളിച്ചിട്ട് പറയും, ഇതെങ്ങനെയെങ്കിലും ഒന്ന് എനിക്ക് ഒന്ന് സംസ്കരിച്ചു തരാമോ? കാരണം എന്താണ്? നാറ്റം കാരണം ഇരിക്കാൻ പറ്റുന്നില്ല. ദൈവമക്കളെ, സ്നാനം ആർക്കുള്ളതാണെന്നറിയാമോ? അതേ, ഇത് മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ടവർക്കുള്ളതാണ് സ്നാനം. മാനസാന്തരപ്പെടാതെ സ്നാനപ്പെട്ടിട്ട് യാതൊരു പ്രയോജനവുമില്ല. പലരും പറയും സ്നാനം ശിശുക്കൾക്ക് ഉള്ളത്. ദൈവമക്കളെ, സ്നാനം ശിശുക്കൾക്കും ഉള്ളതുമല്ല, യുവത്വത്തിൽ ഉള്ളവർക്കുമല്ല, മധ്യവയസ്കർക്കുള്ളതല്ല, വാർദ്ധക്യത്തിലുള്ളവർക്കുമല്ല. പിന്നെ ആർക്കാണ് സ്നാനം എന്ന് പറയുന്നത്? വിശ്വസിക്കുന്നവർക്കാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ വിഷയത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കർത്താവ് എന്റെ പാപത്തിനു വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചിട്ട് അവന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കുമ്പോൾ, ഹല്ലേലൂയ, നാം അവന്റെ കൽപ്പന അനുസരിപ്പാൻ തയ്യാറാകും. ഞാൻ ആദ്യം പറഞ്ഞു, ഈ സ്നാനം എന്താണ്? കർത്താവിന്റെ കൽപ്പനയാണ്. ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഈ കൽപ്പനകളെ ലംഘിക്കുന്ന ആളുകൾ, ആമേൻ, നമുക്ക് തിരുവചനത്തിലൂടെ വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വേദഭാഗം ഒരാളൊന്ന് വായിച്ചാട്ടെ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. അപ്പൊ സ്നാനം സത്യമാണെന്ന് അവർക്കറിയാം. എന്നാൽ പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവര് തിരുവചനത്തെ കോട്ടിമറിച്ചിട്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തെ അവർ അംഗീകരിക്കാതെ ഇരുന്നവരാണ്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുണ്ട്. വചനമുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, കർത്താവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, യേശുക്രിസ്തുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആമേൻ ദൈവത്തിന്റെ ആലോചനയെ ആമേൻ അവർ വൃഥാവാക്കുകയാണ്. ആമേൻ. സ്നാനം എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയുവാൻ കഴിയും, കർത്താവിന്റെ ദൈവത്തിന്റെ ഒരു ആലോചനയാണ് സ്നാനം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആലോചന. ഈ സ്നാനം ആരാലാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇത് ഏതെങ്കിലും പ്രത്യേകം ആളുകൾ ഉണ്ടാക്കിയതാണോ? നമ്മൾ പറയും മുഴുവൻ സ്നാനം എടുക്കുമ്പോൾ അത് പെന്തക്കോസ്തുകാരുടെ കാര്യമാണ് എന്ന്. ചിലർക്ക് തെറ്റായ ധാരണയുണ്ട്. ദൈവമക്കളെ, വചനത്തിന്റെ തെളിവോടുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വേദഭാഗം ഒരാൾ വായിച്ചാട്ടെ. നമുക്ക് ആരാലാണ് ഈ സ്നാനം സ്ഥാപിതമായെന്ന് അവിടെ കാണുവാൻ കഴിയും. വായിച്ചാട്ടെ. അവനെ അറിഞ്ഞില്ല. വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ ആകുന്നു എന്ന് പറഞ്ഞു. ഈ സ്നാനം ആരാൽ സ്ഥാപിതമാണ്? അത് ദൈവത്താൽ സ്ഥാപിതമാണ്. അതിന്റെ തെളിവാണ് നാം വായിച്ചത്. എന്നെ അയച്ചവൻ എന്നോട്. ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നുവോ, ഹല്ലേലൂയ, അവരാണ് ഹല്ലേലൂയ സ്നാനം കഴിപ്പിക്കേണ്ടിയവൻ. ഹല്ലേലൂയ, സ്നാനം എടുക്കേണ്ടിയവൻ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ഹല്ലേലൂയ, നീ അവരുടെ മേൽ ആത്മാവിറങ്ങി വരുന്നതും ആവസിക്കുന്നതും നീ കാണുമോ,
അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനാൽ സ്ഥാപിതമാണ്, ദൈവത്താൽ സ്ഥാപിതമാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ സ്നാനം ദൈവത്തിന്റെ ഒരു നീതിയാണ്. ഹല്ലേലൂയ. കാരണം ആമേൻ, നമ്മൾ ജീവിതത്തിൽ ദൈവകൃപ വിട്ടിട്ട് ദൈവഹിതമല്ലാത്ത പ്രവർത്തികളിലൂടെ ജീവിക്കുമ്പോൾ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുന്നവർക്ക് അവനോടുകൂടി നിത്യ സൗഭാഗ്യം അനുഭവിപ്പാൻ അവൻ അവസരം ഒരുക്കി തന്നിരിക്കുമ്പോൾ അത് നാം അനുസരിക്കാതെ ജീവിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാറേ അവൻ സമ്മതിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ഒരു നീതിയാ ഇത് ഉചിതമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയോണ്ടാണ് അവൻ അത് സമ്മതിപ്പാൻ തക്കവണ്ണം ഇടയായത്. പിന്നെ സ്നാനം എന്താകുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 പത്രോസ് 3:21 കാണുവാനായിട്ട് കഴിയുന്നു. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിന് വേണ്ടിയുള്ളതല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടാകുവാൻ, ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായുള്ള ഒരു അപേക്ഷയാണ് സ്നാനം എന്ന് പറയുന്നത്. ദൈവമക്കളെ, ഈ സ്നാനം നാം സ്വീകരിച്ചില്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ഹല്ലേലൂയ ആമേൻ നമുക്കും എടുക്കപ്പെടുവാൻ കഴിയുകയില്ല. അതാണ് നാം റോമാലേഖനം 6-ാം അധ്യായം 6-ാം വാക്യം വായിച്ചത്. പഴയ മനുഷ്യനെ നാം ക്രൂശിച്ചിട്ട് ഹല്ലേലൂയ പുതിയ മനുഷ്യനെ പ്രാപിച്ചെടുക്കണം. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കപ്പെട്ടിരിക്കുകയാണ്. പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം പ്രാപിക്കുവാനാണ് ഹല്ലേലൂയ നാം കർത്തൃസന്നിധിയിൽ വരുന്ന ഒരു നല്ല മനസാക്ഷി. നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസം. ഇന്ന് ചിലര് ചോദിക്കും, +2 കഴിഞ്ഞ ഉടനെ ചോദിക്കും, മക്കളെ സ്നാനപ്പെടുത്തണ്ടേ? എടാ, ഇനിയിപ്പൊ പ്രായമായി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എങ്ങനെ സ്നാനപ്പെടും? ഉടനെ ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രായമായാൽ ഉടനെ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സ്നാനപ്പെടുത്തിയാൽ ശരിയാകുമെന്ന ചിന്ത. ദൈവമക്കളെ, ഞാൻ ആദ്യം പറഞ്ഞു, ശിശുക്കൾക്കുള്ളതല്ല സ്നാനം, പ്രായമായവർക്കുള്ളതല്ല സ്നാനം. യൗവനക്കാർക്കും കൊച്ചുപിള്ളേർക്കും ആർക്കും വേദപുസ്തകത്തിൽ പ്രത്യേകം എഴുതിയിട്ടില്ല. മറിച്ച് ആര് വിശ്വസിക്കുന്നുവോ അവർക്കുള്ളതാണ്. 10 വയസ്സുള്ള കുഞ്ഞിന് തോന്നുക, എനിക്ക് സ്നാനപ്പെടണം, എനിക്ക് സ്വർഗത്തിൽ പോകണം, ആ കുഞ്ഞിന് കൊടുക്കാം, അതിനെ സ്നാനപ്പെടുത്താം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നാം ഇനിയും പാപത്തിന് അടിമകളാകാതിരിക്കുവാൻ, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടേണ്ടതിനാണ്. അവനോടുകൂടി ക്രൂശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ജലമാകുന്ന കല്ലറയിലേക്ക് ഇറങ്ങുകയാണ്. മരിച്ച ഒരു മനുഷ്യനെ കുഴിച്ചിടുന്നത് പോലെ നാം മാനസാന്തരപ്പെട്ട് ദൈവാത്മാവിനാൽ നിയന്ത്രിതമായ ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനയാകുന്ന ജലസ്നാനം നാം സ്വീകരിക്കണം. ഇത് കർത്താവ് തന്നെ നമുക്ക് കാണിച്ചെന്ന മാതൃകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യവും 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലും എങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവമക്കളെ, സ്നാനപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരും. അത് ശരിക്കും മാനസാന്തരപ്പെട്ടവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് വെറുതെ പേരിനും ആളിനെ കാണിക്കാനും ഒന്നും ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. ദൈവമക്കളെ, മാനസാന്തരപ്പെട്ടവർക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിറവ് ആ സ്നാനക്കടവിൽ നിന്നും തന്നെ അവർ പ്രാപിച്ചെടുക്കും. എന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ഞാൻ നീണ്ട വർഷങ്ങൾ ഇതിനു വേണ്ടി കാത്തിരുന്നു. എനിക്ക് ഒത്തിരി എതിർപ്പുകളായിരുന്നു. എന്നാൽ ഞാൻ സ്നാനപ്പെട്ട് കയറുമ്പോൾ തന്നെ ഞാൻ അന്യഭാഷ അഭിഷേകത്തോടു കൂടിയാണ് ആമേൻ കയറുന്നത്. ആമേൻ, അന്യഭാഷ അഭിഷേകത്തോടുകൂടി ദൈവത്തെ ആരാധിച്ചു. ദൈവമക്കളെ, ആമേൻ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. ആമേൻ, നമുക്ക് കൃപകൾ തരും, കൃപാവരങ്ങൾ തരും. നമ്മെ സത്യത്തിൽ നടത്തുവാൻ അവന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരിക്കും. മാത്രമല്ല, യേശു ക്രിസ്തു സ്നാനമേറ്റപ്പോൾ ആത്മാവ് ഇറങ്ങിയെങ്കിൽ 1 പത്രോസ് 2:21 എന്താ പറയുന്നത്? ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ
അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് കാണിച്ച മാതൃകയാണിത്. അതുകൊണ്ട് നമുക്കാർക്കും വിലക്ക് പാടില്ല. നമ്മളെ തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ കൊണ്ടുപോകുന്ന വ്യക്തി ജീവിതങ്ങളുടെ മുൻപിൽ നാം തലകുനിച്ചിരുന്നു കഴിഞ്ഞാൽ ദൈവമക്കളെ, നമുക്ക് ഒരിക്കലും അവന്റെ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ സ്നാനം എന്തിനാണ്? കർത്താവിന്റെ മരണത്തോട് പങ്കാളിയാകുവാൻ. നാം നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിടുവാനാണ്. അപ്പം ഈ സ്നാനം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് കർത്താവിന്റെ ഒരു അന്ത്യകൽപ്പനയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളും, മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിപ്പീൻ. ഹല്ലേലൂയ. ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് വരുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ദൈവസഭയോട് ചേർത്തുകൊള്ളുവീനെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഇത് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊടുത്ത ആ കൽപ്പനയാണ്, അവന്റെ അന്ത്യകൽപ്പനയാണ്. ആകയാൽ ദൈവമക്കളെ, ഈ സുവിശേഷത്തിന്റെ അഭിവാജ്യ ഘടകമായിരിക്കുന്ന സ്നാനം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ പകൽക്കാലത്തിങ്കിൽ ആമേൻ നമുക്ക് ഈ സ്നാനത്തിന്റെ മാഹാത്മ്യം ചിന്തിക്കണം. സ്നാനം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, അത് ശിശുക്കൾക്കുള്ളതല്ല, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വാസ ജീവിതം നയിക്കുന്ന ആമേൻ വ്യക്തി ജീവിതങ്ങൾക്കുള്ളതാണ്. ഞാൻ പറയട്ടെ, സ്നാനപ്പെടാനുള്ള യോഗ്യത 1, പാപം ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുന്നവർക്കുള്ളതാണ്. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-6 വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-6 വാക്യം. അന്ന് യെരുശലേമ്യരും യഹൂദയ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു. തങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. പ്രൈസ് ദി ലോർഡ്. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ സ്നാനമേറ്റു. നമുക്ക് യോർദാനോളം ഒന്നും പോകാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഹിന്ദിയിൽ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ റുനി പറയുവാൻ ഇടയായി, ഞങ്ങള് വെള്ളമില്ലായിരുന്നു, കുളത്തിൽ ഞങ്ങൾ ടാങ്കിലാണ് സ്നാനപ്പെട്ടെന്ന്. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ മുഴുവൻ സ്നാനം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. യോർദാനിൽ സ്നാനമേറ്റു. 2, ആർക്ക് വേണ്ടിയാണ് സ്നാനം? 1, ഞാൻ പറഞ്ഞു, പാപം ഏറ്റു പറയുന്നവർക്കാണ് സ്നാനം. 2, മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വേദഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് വായിച്ചാട്ടെ. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം സ്നാനപ്പെടുന്നവർ എന്ത് ചെയ്യണമെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാത്ത സ്നാനമാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ പല കാര്യങ്ങൾക്കും കാരണമായി തീരുന്നത്. ദൈവനാമം ആക്ഷേപിക്കപ്പെടുവാൻ കാരണം ആമേൻ മാനസാന്തരപ്പെടാത്ത സ്നാനം ആമേൻ എടുക്കുന്നത് കൊണ്ടാണ്. ഇന്ന് പല വ്യക്തി ജീവിതങ്ങളും മാനസാന്തരപ്പെടാതെയാണ് സ്നാനപ്പെടുന്നത്. ആമേൻ. അനേക യൗവന തലമുറകൾ ഇന്ന് മാനസാന്തരപ്പെടാതെയാണ് സ്നാനപ്പെടുന്നത്. ആമേൻ. +2 കഴിഞ്ഞോ, ഇനിയും അവരെ സെക്യുലർ വിദ്യാഭ്യാസത്തിനായിട്ട് കടത്തിവിടുമ്പോൾ അവർ പഠിക്കുവാനായി പോകുന്നതിന് മുൻപേ മാതാപിതാക്കൾ അഹോരാത്രം ആമേൻ പരിശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്നാനപ്പെടുത്തണം, ഇല്ല ഞങ്ങളെ കുഞ്ഞു തെറ്റിപ്പോകുമെന്ന്. ദൈവമക്കളെ, തെറ്റുന്നവൻ എവിടെ ചെന്നും തെറ്റും. സ്നാനപ്പെട്ടത് കൊണ്ട് പേടിച്ചിരിക്കും, പക്ഷെ ചെയ്യേണ്ടി പാവം ചെയ്യും. അതുകൊണ്ട് ദൈവാത്മാവ് പറയാ,
മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടരുത്. മാനസാന്തരപ്പെടാത്തവർക്ക് ഉള്ളതല്ല സ്നാനം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം എന്ന് പറഞ്ഞ മനസ്സിന് വരുന്ന മാറ്റമാ. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുവാൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ചു ഇവിടെ ക്രിസ്തുവിന്റെ മരണത്തോട് പങ്കാളിയാകുവാൻ. മരിച്ച ഒരു വ്യക്തിക്ക് വിചാരങ്ങളും വികാരങ്ങളും പഴയ പിണക്കവും പകയും ഒക്കെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ മുന്നിൽ ആമേൻ നമ്മള് എത്ര മാത്രം അവരെ ചീത്ത വിളിച്ചാലും എഴുന്നേറ്റ് പ്രതികരിക്കുമോ? ഒരു ഡെഡ് ബോഡിക്ക് മുന്നിൽ പോയി നിന്നുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ തിരിച്ചു പ്രതികരിക്കുമോ? ദൈവമക്കളെ, ഡെഡ് ബോഡിയായി തീരുക, അതാണ് മനസാന്തരം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പഴയ സ്വഭാവത്തെ, നമ്മുടെ പഴയ ജീവിത ശൈലിയെ, നമ്മുടേതായ ആമേൻ ദൈവഹിതമല്ലാത്ത പ്രവർത്തനങ്ങളെ, ഇവയൊക്കെയും അതിന്റെ രാഗമോഹത്തോടുകൂടി കുഴിച്ചിടുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിതിലൂടെ നമ്മോട് ആമേൻ നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത്. പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നിറയപ്പെടുന്നവൻ, മാനസാന്തരപ്പെടുന്നവൻ മനസ്സിനന്തരം വരുത്തുമ്പോൾ പഴയ സ്വഭാവങ്ങൾ മാറും. പഴയ സ്വഭാവത്തെ മാറ്റാതെ പുതിയ മനുഷ്യനാകുവാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. അതാണ് ഒരു മരിച്ച വ്യക്തിയെ കല്ലറയിൽ നമ്മൾ കൊണ്ട് സംസ്കരിക്കും. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പഴയ മനുഷ്യനെ നാം ഹല്ലേലൂയ സംസ്കരിക്കണം. നമ്മൾ മാനസാന്തരപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് സ്നാനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനി ദൈവ പൈതലേ, നമുക്ക് സ്നാനം ആർക്ക് വേണ്ടിയുള്ളതെന്ന് ചിന്തിക്കാം. മൂന്നാമതായിട്ട് അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ടവർക്കാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 41-ാമത്തെ വേദഭാഗം ഒന്ന് വായിച്ചാട്ടെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവന്റെ വാക്ക് കേട്ടവർ, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനപ്പെട്ടു. പത്രോസിന്റെ പ്രസംഗമാണ്. 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ. ദൈവമക്കളെ, മാനസാന്തരം പ്രസംഗം അപ്പോസ്തലനായ പത്രോസ് അവിടെ നടത്തിയപ്പോൾ ആ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരപ്പെട്ടവരാണ് എന്ത് ചെയ്തത്? സ്നാനപ്പെട്ടത്. ഇനി പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആർക്കാണ്? നാലാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യവും അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വേദഭാഗവും വായിച്ചാട്ടെ. അവിടെ രക്ഷയ്ക്കായി വിശ്വസിച്ചവർക്കാണ് സ്നാനം എന്ന് എഴുതിയിട്ടുണ്ട്. വായിച്ചാട്ടെ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ രക്ഷയ്ക്കായിട്ട് വിശ്വസിച്ചവർക്കാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധി അകപ്പെടും. അപ്പം സ്നാനം ആർക്കാണ്? വിശ്വസിക്കുന്നവർക്കാണ് സ്നാനം. അവർ രക്ഷയ്ക്കായി വിശ്വസിക്കണം. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. 5-ാമതായിട്ട് വാക്യം വായിക്കാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്കാണ് ആമേൻ സ്നാനം. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വേദഭാഗം വായിച്ചാട്ടെ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുള്ളവർക്കാ. ഞാൻ അതിന്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. സ്നാനം ആർക്കാണ് എന്നുള്ളത് നിങ്ങൾ അത് പതുക്കെ പഠിച്ചാൽ മതി. ആ വാക്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ചോണം. നിങ്ങൾ ഇരുന്ന് പഠിക്കണം. സംശയം ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ടുള്ളത് കൊണ്ടാണ്. സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്കാണ് ആമേൻ സ്നാനം ആവശ്യം. പിന്നെ 6-ാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വിശ്വസിച്ച് ശിഷ്യരായവർക്കുള്ളതാണ് സ്നാനം. വിശ്വസിച്ച് ശിഷ്യരായവർക്ക്. ഇനി 8-ാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 44 മുതൽ 48 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആർക്ക് വേണ്ടിയാണ് സ്നാനം? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കാണ് സ്നാനം.
പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക്. അപ്പൊ സ്നാനം ആർക്ക് വേണ്ടി? സ്നാനം എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്നാനം 4 വിധത്തിൽ ഞാൻ പറഞ്ഞു. 1, ദൈവത്താൽ സ്ഥാപിതമാണ്. 2, ദൈവത്തിന്റെ നീതിയാണ്. 3, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയാണ്. 4, കർത്താവ് കാണിച്ച മാതൃകയാണ്. 5, കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ്. 6, സത്യസുവിശേഷത്തിന്റെ അഭിവാജ്യ ഘടകമാണ്. 7, അപ്പോസ്തലന്മാരുടെ ഉപദേശമാണ്. അപ്പം സ്നാനം എന്താകുന്നെന്ന് മനസ്സിലായല്ലോ. ഇനി സ്നാനം ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത്. 1, പാപം ഏറ്റു പറഞ്ഞവർക്ക്. 2, മാനസാന്തരപ്പെട്ടവർക്ക്. 3, അപ്പോസ്തലന്മാരുടെ വാക്ക് കൈക്കൊണ്ടവർക്ക്. 4, രക്ഷയ്ക്കായി വിശ്വസിച്ചവർക്ക്. 5, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർക്ക്. 6, വിശ്വസിച്ച് ശിഷ്യരായവർക്ക്. 7, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്ക്. ഞാൻ വാക്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ദൈവം അനുവദിച്ചാൽ ആമേൻ ബാക്കി സ്നാനം എന്തിനായിട്ടാണ് എന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ഈ കൽപ്പനകളെ അനുസരിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കാം. നമ്മൾ വായിച്ചു, അവന്റെ മരണ പുനരുത്ഥാനത്തോട് സാദൃശ്യപ്പെട്ടില്ല എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിൽ നാമും ആമേൻ ഏകീഭവിക്കത്തില്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്ക് പോകണമോ? കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവ് നമ്മളോട് പറഞ്ഞതായ കാര്യങ്ങളെ നാം അനുസരിക്കുവാൻ തയ്യാറാകണം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സമയത്തിന്റെ പരിധിയാൽ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ജീവിതത്തിൻ്റെതായ ഓരോ മണ്ഡലങ്ങളെയും നന്നായി അറിയുന്ന സ്വർഗസ്ഥ പിതാവിന്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിച്ച് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ കർത്തൃകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങൾ വായിച്ച തിരുവചന പ്രകാരം കർത്താവേ, ഇതിന്റെ ആഴങ്ങൾ വളരെയാണല്ലോ കർത്താവേ. ഈ ദിവസകാലങ്ങളിൽ സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിക്കുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികളെ പഠിപ്പിച്ച് ഉറപ്പിക്കും പോലെ ആമേൻ ഇന്ന് ഞങ്ങളെയും സ്വർഗീയ പിതാവേ ഈ സ്നാനം എന്തെന്ന് ആമേൻ കർത്താവേ അതാർക്ക് വേണ്ടിയുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കി തന്നല്ലോ. ഇനി കർത്താവേ ഈ സ്നാനം എന്തിനായിട്ടാണ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ. ഞങ്ങൾ വചനം കേട്ട് കർത്താവെ ഞങ്ങളെ ചതിക്കുന്നവരായി തീരുവാനല്ല, മറിച്ചപ്പാ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുവാൻ കർത്താവേ നിത്യനരകത്തിൽ ഹല്ലേലൂയ ആമേൻ നശിച്ചു പോകാതെ നിത്യനരകത്തിലേക്ക് പോകുവാനിരിക്കുന്ന അനേകരെ ഈ സത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കുകയും ഈ കേൾക്കപ്പെടുന്ന തിരുവചനം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണം. അതിനായിട്ട് സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഈ ബൈബിൾ സ്റ്റഡിയെ കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ, കൃപയിൽ നിറച്ചനുഗ്രഹിക്കണമേ അപ്പാ. ആത്മാർത്ഥതയോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നൽകി അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയാട്ടെ. അതിനായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലമാന മഹത്വവും അവിടുന്ന് എടുക്കും. സകലവും പുത്രനാമ യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ ആമേൻ.